നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് ഒരു ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിലൊക്കെ കിടക്കുന്ന ബീഫ് ഫ്രൈ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആ ബീഫ് ഫ്രൈ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ അഭിപ്രായത്തെ തുടർന്ന് ഞാനിത് ചെയ്യുകയാണ്. ഒരു ബീഫ് ഫ്രൈ സിമ്പിളായിട്ട് ബീഫ് ഫ്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഫ്രൈക്ക് വേണ്ട സാധനങ്ങൾ: ഇത് 1 കിലോ ബീഫ്, നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫ്. പിന്നെ ജിഞ്ചർ ഗാർലിക്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് കാശ്മീരി ചില്ലി, ഉപ്പ്, സബോള. ഇതെന്ന് പറയുമ്പോൾ ഒരു വലിയ സബോള അരിഞ്ഞത്. ഇത് കൊച്ചുള്ളി എന്ന് പറയുമ്പോൾ ഇതൊരു 150 ഗ്രാം കൊച്ചുള്ളി പൊളിച്ചത്. പിന്നെ ഗരം മസാല, ഗ്രാമ്പു, കറുവ, ഏലയ്ക്ക, പെരുംജീരകം, ഇത്രയും സാധനം മിക്സ് ചെയ്ത് പൊടിച്ച പൊടി. പിന്നെ കറിവേപ്പില, പിന്നെ നാടൻ വെളിച്ചെണ്ണ. പിന്നെ ഒരു കുക്കറിലാണ് ഇത് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ബീഫ് ഇതുപോലെ എടുത്ത് ഈ കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. കുക്കറിലേക്ക് നമ്മൾ ഈ ബീഫ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഈ ബീഫിനെ ഇപ്പം ഈ കുക്കറിൽ അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച്, ഇതിപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ ഒരു ഉണ്ട വെളുത്തുള്ളിയാണ്, അത് ചതച്ചത് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇത് നമ്മുടെ വീട്ടിലെ തന്നെ നാടൻ കരിവേപ്പിലയാണ്, അതുകൊണ്ട് ധൈര്യമായിട്ടിടാം. ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ചേർക്കണം ഈ സവോള, ഇതുപോലെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ കൊച്ചുള്ളി, ഇതിലാണ് ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് മൊത്തം വരുന്നത്, കൊച്ചുള്ളി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച മസാല, അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. ഇനി ഇത് മുഴുവൻ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം, നല്ലപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് 1, 2, 3 സ്പൂൺ മുളക് പൊടി. ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, കാരണം മല്ലിപ്പൊടി ചേർത്താൽ ബീഫ് ഫ്രൈ ഇപ്പം നമുക്ക് നാളത്തേക്കാണെങ്കിൽ ഇത് വളിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നത്. അന്നേരം ഈ മുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ പുരട്ടിയിട്ട് നമ്മൾ ഈ കുക്കറിൽ വെച്ച് ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ പോകും. ഇപ്പം നമ്മൾ അതിനകത്ത് നല്ലപോലെ അത് പുരട്ടി കുക്കർ അടച്ചിട്ട് നമ്മൾ ഗ്യാസ് എടുത്ത് വെച്ച് കൊടുക്കും. നമ്മുടെ ഇപ്പോൾ അടുപ്പിൽ പുട്ട് വേകുന്നുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പുട്ട് വെന്തുകൊണ്ടിരിക്കുക. ബീഫ് ഫ്രൈയുടെ പുട്ടും കൂട്ടി അടിക്കാതെ കണ്ടാണ്. ബീഫ് ഫ്രൈ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ, പുട്ട് അവിടെ ഇന്ന് വെന്തോട്ടെ. കുക്കർ വെച്ചു. അപ്പോൾ നമ്മൾ ന്യായമായിട്ടുള്ള ഫസ്റ്റ് വിസിൽ വരുമ്പോൾ ഫസ്റ്റ് വിസിലിനുള്ള തീ നമ്മൾ ഇത് നല്ല തീയിൽ കൊടുക്കുന്നു. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ച് 3 വിസിൽ, കറക്റ്റ് 3ാമത്തെ വിസിലിന് ബീഫ് നമ്മൾ താക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ ഇരിപ്പുണ്ട്. തേങ്ങ നമ്മൾ വേറെ കുറച്ച് എണ്ണയ്ക്കകത്ത് വറക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്, തേങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ ബീഫ് വേഗമുള്ള ടൈം കൊടുക്കണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഒരു ചെറിയ പാൻ വെച്ചിട്ട് അടുപ്പ് കത്തിക്കുന്നു. ഇത് നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള തേങ്ങാക്കൊത്ത്, അതിപ്പോൾ വറക്കാൻ പോകാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അത് വറക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ ഇത്രയും തേങ്ങ ഇതിനകത്തോട്ട് ഇടുന്നു. നമ്മളിത് നല്ലപോലെ ഒരു ബ്രൗണിഷ് കളർ വരുന്നിടം വരെ ഇത് വറക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ നല്ല മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഈ പരുവത്തിൽ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മുടെ ബീഫിനകത്തിട്ട് നമ്മൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വന്നു. ഇതുപോലെ ഇത് ഫ്രൈ ആക്കണം. ഇതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയാലേ അങ്ങനെ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെക്കുവാണ്. അപ്പം നമ്മുടെ ബീഫ് കുക്കറിൽ നമ്മൾ വേവിച്ച് സ്റ്റീമെല്ലാം പോയി. മുക്കാ വേവാണ്, ഫുൾ വേവ് അല്ല. 3 വിസിലടിച്ചിട്ട് ആ സ്റ്റീം പോകാൻ വേണ്ടി വെച്ചു. അതിപ്പോൾ കുക്കറിൽ വെന്തിരിക്കുന്നത്. ഇതിനിപ്പം നമ്മൾ അടുത്തത് ഉരുളി വെച്ചു. ഉരുളിയിലാണ് ബീഫ് ഫ്രൈ ആക്കാൻ നമ്മൾ വെക്കുന്നത്. ഓട്ടുരുളിയിൽ നമുക്ക് വീട്ടിലുള്ള ഏത് ഇതാക്കാം. നമ്മൾ ഓട്ടുരുളിയിലാണ് ചെയ്യുന്നത്. ഓട്ടുരുളി വെച്ചു. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ നമ്മൾ ഈ ബീഫ് വേവിച്ചത് ഈ വെള്ളത്തോടു കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് ഫുള്ള് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും.
അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇതിപ്പം ഉരുളിയിലിട്ട് തിളച്ചുകൊണ്ടിരിക്കും. ഒരു 4 ഏലക്ക, ഒരു 6 ഗ്രാമ്പു, ഇച്ചിരി കറുവാപ്പട്ട, ഇത് പച്ച മസാല, ഇതുകൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. ഇത് ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്ന് ബാക്കി ബീഫ് വെന്ത് ഈ വെള്ളം മൊത്തം പറ്റണം. അപ്പോഴാണ് ബീഫ് ഫ്രൈയുടെ ഇതാവുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടും. ഇതിപ്പോൾ തിളയ്ക്കും. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ വെള്ളമെല്ലാം പറ്റി ഇപ്പം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് കണ്ടോ ഈ എണ്ണ കാണുന്നതുണ്ട്, ഇത് ഈ ബീഫിനകത്ത് നെയ്യാണ്. ഇപ്പം നെയ്യ് കഴിക്കുന്നതിൽ പ്രശ്നമില്ലാത്ത, കൊളസ്ട്രോളൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ നെയ്യ് ആഡ് ചെയ്താൽ ആ നെയ്യുടെ, അല്ലാത്തവർക്ക് നെയ്യില്ലാത്തവർ ഇതിനകത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നല്ലപോലെ വറ്റി. ഇനിയിപ്പോൾ ഇതിനെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഈ നെയ്ക്കകത്ത് തന്നെ ഞാനിപ്പോൾ ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ ഇത് നോർമൽ എരിവേ ഉള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസിനകത്തോട്ട് കുറച്ചും കൂടെ കുറച്ച് എരിവുള്ള മുളക് പൊടി, ഇതിപ്പോൾ പിരിയൻ മുളക് പൊടിയാണ് ചേർത്തത്, എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ എരിവ് കിട്ടും. മനസ്സിലായല്ലോ? ഇതിപ്പോൾ ഇതിപ്പോൾ ഒന്നുകൂടെ ഫ്രൈ ആക്കും. ഒന്നുകൂടെ നല്ല ബ്ലാക്ക് കളർ ആകാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇളക്കി ഇതുപോലെ ബ്ലാക്ക് കളറാവണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ആ എണ്ണയും ആ തേങ്ങ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതിനെ നല്ലപോലെ പറ്റിച്ചെടുക്കണം. ഇങ്ങനെ ഇപ്പോൾ ഒരു 3/4% കുക്ക് ചെയ്തിട്ട് നമ്മൾ ഉരുളയിലിട്ട് എടുത്താൽ ഈ ബീഫിനകത്ത് വെള്ളം മൊത്തം ഒന്ന് വലിയും. ആ വെള്ളം മൊത്തം വലിഞ്ഞിട്ട് ബീഫ് ഇങ്ങനെ നല്ല ചുങ്ങി വരും. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബീഫ് വളിക്കത്തുമില്ല, ഒന്നുമില്ല. നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർക്കാത്തോളം കാലം ബീഫ് വളിച്ചു പോകത്തില്ല, അങ്ങനെയുള്ള ഇതുണ്ടാകത്തില്ല. ഇപ്പം ബീഫിനകത്ത് വെള്ളം മൊത്തം വലിഞ്ഞിറങ്ങി ഫ്രൈ ആയിക്കൊണ്ടിരിക്കും. ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല, ബീഫിനകത്തെ വെള്ളത്തിലാണ് ഇത് മൊത്തം വെന്തത്. അപ്പോൾ ഇനി ഈ വെള്ളം മൊത്തം വലിയാനും ഈ നെയ്യ്, ഇറച്ചിക്കകത്ത് നെയ്യ് ഇനി ഇതിനകത്തോട്ട് വരാനും വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇതിങ്ങനെ പൊത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും ഇതായിട്ട് ഇതിനകത്ത് നെയ്യ് ഇറങ്ങി വരും. ഇപ്പോൾ വീണ്ടും ഒന്ന് ഇതായി. അപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചത് ഈ തേങ്ങ, അതിനകത്തെ ഓയിൽ, ആ എണ്ണ, ഇപ്പോൾ വെളിച്ചെണ്ണയാണ്, ഇതുകൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കും. ഇതിപ്പോൾ ഇതിനകത്ത് കിടന്നിട്ട് ഈ എണ്ണ ഇറങ്ങിയിട്ട് ഇതൊന്ന് ചൂടാകണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നു. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ കണ്ടോ നമ്മുടെ ബീഫിൻ്റെ നെയ്യും ഇപ്പം നമ്മൾ ഒഴിച്ച ഓയിൽ ഇവിടെ ഇങ്ങനെ സൈഡിൽ വരാൻ പോകും. ഇനിയിപ്പം ഇതിനെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നല്ലപോലെ അത് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി ഇങ്ങനെ നല്ല ഇതാക്കി എടുക്കണം. നല്ലപോലെ ഇളക്കണം. ഓട്ടുരുളി ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് അടിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഓട്ടുരുളികൾ ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് വീടുകളിലൊക്കെ ഉരുളികളിലാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഇതായിട്ട് ഇത് കണ്ട ഇങ്ങനെ ഇതാക്കി നമ്മൾ ഫ്രൈ ആക്കി പോയിരിക്കുക. ഇങ്ങനെ ചെണ്ടി കൊടുക്കുമ്പോൾ ആ ബീഫിലെ മസാലയെല്ലാം നല്ലപോലെ ഫ്രൈ ആവും. ഇപ്പോൾ നമുക്ക് ആ ചിലർ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. എണ്ണ ഒഴിക്കുന്നതിനേക്കാളും ഭേദം ഇതിൻ്റെ തന്നെ നെയ്യിൽ ഇത് ഫ്രൈ ആയാൽ നല്ല സോഫ്റ്റായിട്ട് ഇറച്ചി കിടക്കും. ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കട്ടിയാകത്തില്ല. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണ ചൂടാകുന്നതനുസരിച്ച് ഈ ബീഫ് ഫ്രൈ ആയി കട്ടിയായിരിക്കും. നെയ്ക്കകത്ത് ഫ്രൈ ആയാൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ബീഫ് കിടക്കും. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ എല്ലാം റെഡിയായി വന്നു. ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഒരു സ്വല്പം കുരുമുളക് പൊടി, ചെമ്മേമ്പൊടിയായിട്ട്, പിന്നെ ഒരു സ്വല്പം മസാലപ്പൊടി, നമ്മുടെ ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ നാടൻ കരിയാപ്പില ഇതിട്ട് കൊടുക്കുന്നു. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാകും. നല്ല ഫ്രൈ ആയി. ഇപ്പോൾ ബീഫ് നല്ല ഫ്രൈ ആയി നല്ല ബ്ലാക്ക് കളറായി വരുന്നു. ബീഫിൻ്റെ കളർ മാറി എല്ലാം നല്ല ഇതായിട്ട് വന്നു. ഇങ്ങനെയാണ് നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബീഫിനകത്ത് വെള്ളമെല്ലാം വലിഞ്ഞു. ബീഫിൽ വെള്ളമില്ല, ഒന്നുമില്ല. അപ്പോൾ വളിക്കാൻ സാധ്യത കുറവാണ്. നമ്മുടെ ബീഫ് ഫ്രൈ ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഗൾഫിലോട്ടൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് നല്ലപോലെ അപ്പം അങ്ങനെ കൊണ്ടുപോകുന്നവർ ഇച്ചിരി കൂടെ നെയ്യ്, ബീഫിൻ്റെ കൂടെ ഇച്ചിരി നെയ്യൂടെ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്താൽ ബീഫിലെ വെള്ളം ഫുള്ളായി വലിഞ്ഞ് അത് നല്ല ഇതായിട്ട് അവിടെ ഗൾഫിലൊക്കെ കൊണ്ടുപോയി അവർക്ക് നല്ലപോലെ എടുത്തു വെച്ച് ചൂടാക്കി കഴിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ബീഫ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി വന്നു. ഇതാണ് ബീഫ് ഫ്രൈ. ഇതാണ് നമ്മുടെ കല്യാണങ്ങൾക്കും എല്ലാം കിട്ടുന്ന ബീഫ് ഫ്രൈ. ഇത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ എരിവ് കുറച്ച് കൊടുക്കാം.
പ്രായമുള്ളവർക്ക് എരിവ് കൂട്ടാം, അതനുസരിച്ച് നിങ്ങൾ എരിവ് ആഡ് ചെയ്തോണം. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണേൽ പെപ്പർ കൂടുതൽ ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈ. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ എല്ലാം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ കാണാം. ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈ, എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ബീഫ് ഫ്രൈ. ഞാൻ തേങ്ങാക്കൊത്ത്, കറിവേപ്പില ഇതെല്ലാം റെഡി ആയിട്ട് വന്നേക്കാണ്. ഇതാണ് നമ്മളുടെ ബീഫ് ഫ്രൈ. അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാതെ നാടൻ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത ബീഫ് ഫ്രൈ ആണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഇതുപോലെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ചാനലിൽ കയറി കാണുക. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും